സമൂഹത്തിൽ ഇനി എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നവരെ നമുക്കൊരു വിശ്രമമില്ല. ഇമാരി ഉണ്ണുണ്ണി പരിപാടി പിടിച്ചിട്ട് കാര്യമില്ല. നമുക്കിനി എന്തെങ്കിലും വലുത് പിടിച്ചേ പറ്റൂ. വലുത്. റിവെഞ്ച് നോ, ഐ ബിലീവ് ഇൻ കർമ്മ. തൊപ്പിക്കെതിരെ കേസ് വന്നപ്പോ ഫസ്മിന് ഇട്ട സ്റ്റോറിയാണിത്. ആ ബെസ്റ്റ്. കർമ്മയിൽ വിശ്വസിച്ചിട്ട് ചെയ്യുന്ന പണി ഗാംബ്ലിംഗ് പ്രൊമോഷൻ. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം. ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോ എന്നൊരു കണ്ണു വേണം. അതുവരെ ദാ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം. എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഫസ്മിനയുടെ പ്രൊഫൈലിൽ ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. എല്ലാ ദിവസവും സ്റ്റോറി ഇടുന്നുണ്ട് ഈ വീഡിയോ. അപ്പൊ ഇതാണ് പുതിയ ഫ്ലാറ്റ്. ഇതെങ്ങനെ ഞാൻ വാങ്ങിയെന്ന് വെച്ചാൽ ഞാൻ ഗെയിം കളിച്ചിട്ടുള്ള പൈസ മാത്രം ഉണ്ടാക്കി. ഫസ്മിനെ ശരിക്കും ആരാണെന്ന് അറിയും? ഫസ്മിനെ ശരിക്കും തിരങ്ക എന്ന കളർ പ്രൊഡക്ഷൻ തട്ടിപ്പിന്റെ ഏജന്റാണ്. ഇതുപോലെ 2 ഇൻഫ്ലുവൻസർ ഏജൻസിനെ ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ തിരങ്ക പ്രൊമോട്ട് ചെയ്തതിന്. അവർ പറ്റിക്കാൻ വേണ്ടി പറയണല്ലോ സാറേ, അല്ലേ സാറല്ലേ? പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയണമെന്ന് പറയണം സാർ. െതിരെ IPC സെക്ഷൻ 406, 420, 120B വെച്ചൊക്കെയാണ് കേസെടുത്തത്. അപ്പോൾ അവരുടെ പക്കൽ നിന്നും കുറെ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ചെയിനുകൾ തുടങ്ങി കള്ള നോട്ടുകൾ വരെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളൊക്കെ ATM പോയി എടുക്കുന്ന പൈസ കള്ള നോട്ടായിരുന്നോ? ഇതാണ് ഈ തട്ടിപ്പാപ്പുകളുടെ ഏജന്റ് സെറ്റപ്പിന്റെ സ്ട്രക്ചർ. ഒരു പക്ക പിരമിഡ് സ്കീമാണ്. കറക്റ്റ് ഒരു പിരമിഡ് വരച്ച് അവർ തന്നെ കാണിച്ചു തരുന്നുണ്ട്. ഫസ്മിന ഈ സ്കീമിലെ വലിയൊരു അംഗമായിരിക്കണം. വെറും ഒരു ഏജന്റ് അല്ല, VIP ഏജന്റ് ആയിരിക്കണം. കാരണം VIP ഏജന്റ്സിന് മാത്രമാണ് പ്രൈസ് അടിക്കുകയുള്ളൂ. ഗോൾഡ് ഇയറിംഗ്, ഗോൾഡ് റിംഗ്, നത്തിങ് ഫോൺ, ഡയമണ്ട് ജ്വല്ലറി, ബെൻസ് A ക്ലാസ്, സിഗ്നേച്ചർ വില്ല, ഇതൊക്കെയാണ് അവർ സമ്മാനം കൊടുക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ ഫ്ലാറ്റ് എങ്ങനെ വാങ്ങിയെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ഇവർക്ക് ഈ ഫ്ലാറ്റ് ശരിക്കും ഒരു പ്രൈസ് ആയിട്ടാണ് കിട്ടിയെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പ് പ്രൊമോട്ടർ ഇവരായിരിക്കും. കാരണം അത്രയും പേരെ ചേർത്തതിനാണ് ഫ്ലാറ്റ് ഒക്കെ കൊടുക്കുന്നത്. ഹരിയാന പോലീസ് ചെയ്ത പോലെ പിടിച്ച് അകത്തിടേണ്ട കേസാണ്. അതല്ലെങ്കിൽ പിന്നെയുള്ള ചാൻസ് ഈ ഫ്ലാറ്റ് ഒക്കെ ഈ ആപ്പിന്റെ ആൾക്കാർ വാടകയ്ക്ക് എടുത്ത് കൊടുത്തതായിരിക്കണം. കൊച്ചിയിൽ ഒരു കഴിഞ്ഞ് കിടന്നും കുറെ നേരത്തേക്ക് എന്നെ കളിയാക്കി ചിരിക്കലായിരുന്നു. വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. ഒരു 1 BHK ഫ്ലാറ്റിന് മിനിമം 30 ലക്ഷം രൂപ കൊടുക്കണം. അത്രയും പൈസ ഗെയിം കളിച്ചാണ് ഉണ്ടാക്കിയെന്ന് ഫസ്മിനെ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റയിൽ ലൈവ് വന്ന് ഞാൻ തല മൊട്ടയടിക്കും. വെല്ലുവിളിക്കുകയാണ്. എന്തിനാ കരയുന്നെന്ന് അറിയില്ല, എനിക്കറിയില്ല. കണ്ട ആ കാണുന്നത് ഞാൻ കേന്ദ്രത്തിലേക്ക് എന്റെ പൊന്നെ സുമേഷേ, നീ ആരെയാണ് ഫോണാക്കാൻ നോക്കണത്? എന്നെ, നിന്നെ, നിന്റെ അപ്പാപ്പനെ വിറ്റ കാശ് എന്റെ ഉണ്ട് കേട്ടാ.